ഇതെന്താ സത്യം പറഞ്ഞാല് ബേസിക്കലി നമ്മൾ പല പല കഥകൾ ഒരു സിനിമ തന്നെ ഇതിനകത്തുണ്ട്, പല സിനിമകൾ ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ ഒരു സാധനം തുറന്നു നോക്കുമ്പോൾ ഒരു സിനിമയുടെ കഥ അവർ കുറച്ച് ലൈൻസിൽ ഒരു പ്ലോട്ട് മാത്രം എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഏത് സിനിമയാണെന്ന് നമ്മൾ ഗസ് ചെയ്യണം. എങ്ങനെ ഉണ്ടാകും? പ്ലോട്ട് മാത്രം പറയും, നമ്മൾ ഒരുമിച്ച് ഗസ് ചെയ്യാം. ബിക്കോസ് എനിക്ക് ഇതിൽ എന്താ ഇരിക്കണമെന്ന് എനിക്കും അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇങ്ങനെ തുറന്നു നോക്കണം, നമ്മൾ ഒരുമിച്ച് പറയും. ഒരുമിച്ച് അല്ല, നീ ആദ്യം വായിക്കാം, എന്നിട്ട് നമ്മൾ ഗസ് ചെയ്യണം. Guy has to repay the loan by 5 PM. നേരം. ആണോ? നേരം. എടാ നീ അപ്പൊ ഇനിയിപ്പൊ ഞാൻ നോക്കട്ടെ. Guy kidnaps mentally unstable girl to get rich. Kidnaps? അതായത് എടാ കിലുക്കം. കിഡ്നാപ്പാണോ? കിഡ്നാപ്പാണ്. കിലുക്കത്തിൽ കിഡ്നാപ്പ് അല്ലേ? അല്ലേ? പക്ഷെ കിഡ്നാപ്പ് ആയിരുന്നു. രേവതി ഇങ്ങോട്ട് ഓടി വന്നല്ലേ? എനിക്ക് വിശക്കുന്നു, ഒഴിവാക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അടുത്തത്, Guy lands in a foreign country to find a job, ends up protecting a kid from a bald man. നീ തന്നെ വായിക്കാൻ, എനിക്ക് അറിയണം. ഒരാളൊരു വേറൊരു രാജ്യത്ത് പോകുന്നു ജോലി അന്വേഷിച്ച്, പക്ഷെ ഒരു കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഒരു കഷണ്ടി ഉള്ള ആളുടെ കയ്യിൽ നിന്ന്. ആരാത് കഷണ്ടി? മലയാളമാണ്. ഒരു കുളു തരോ? കുളു ആരാ? ലാലേട്ടൻ ഗൾഫിൽ പോകുന്ന കഥയുണ്ടോ? ഇല്ലല്ലോ. ജോലി അന്വേഷിച്ച് പോകുന്ന ഏത് സിനിമയിൽ? ഓ അമ്മച്ചി ലടുക്കി ലടുക്ക ഇതുവഴി പോകുന്നത് ദേഖി. അപ്പൊ അവരെന്തോ നേപ്പാളിയില് പറഞ്ഞു. അമ്മച്ചി നേപ്പാളി ആണെങ്കിലും എരപ്പാളിയാ. കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസം ഇല്ലാതെ അറിഞ്ഞപ്പോ ഞാൻ ഞെട്ടി മാമ. Hey, I think I know this. Guy wanted to go abroad. Father wanted him to marry a rich girl. Grandpa teaches him to cook biryani. Subhanallah. Ustad Hotel. Hey guys, ഇത് വളരെ ഈസി ഗെയിം ആണ്. ഇനി അടുത്തത് ഞാൻ വായിക്കാം. Crazy woman acts possessed to seduce young neighbor but fails miserably. Crazy woman. ഞാൻ പറയട്ടെ, മണിച്ചിത്രത്താഴാണോ? പിന്നെ സെഡ്യൂസ് ചെയ്യാനാണോ അവര്? അത് നെയ്ബർ.